ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പൈനാപ്പിൾ വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. പലഹാരം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊന്ന് ഒടിച്ചിട്ടും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തിട്ടെടുക്കാം. അപ്പോൾ അതൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരി മാറ്റാം. അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ടിട്ട് അതും ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഉണക്കമുന്തിരിങ്ങ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് വീർത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഈ നെയ്യിലേക്ക് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പൈനാപ്പിളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പൈനാപ്പിൾ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ചെറുതാക്കി കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു പൈനാപ്പിൾ ഒരു 2-3 മിനിറ്റ് നേരത്തേക്കും കൂടി ഒന്ന് വഴറ്റിയിട്ടെടുക്കാം കേട്ടോ. നെയ്യിൽ കിടന്നിട്ടൊന്ന് വഴണ്ട് വരണം. അതുമാത്രമല്ല ഇതിൽ ചെറുതായിട്ട് വെള്ളം തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു വെള്ളം തന്നെ വെക്കുന്നത് മാറിയിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. അപ്പോൾ പൈനാപ്പിളൊക്കെ ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. വെള്ളം തന്നെ വെക്കൊന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാനിവിടെ ഒരു 2 നുള്ള അളവിലാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടിത് നന്നായിട്ടങ്ങ് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അതിനുശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പും 2 ടേബിൾ സ്പൂണും കൂടിയാണ് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് എത്രത്തോളം മധുരം വേണമോ അതനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ പൈനാപ്പിളിൻ്റെ മധുരവും കൂടി ഒന്ന് ശ്രദ്ധിച്ചോണേ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് 1 നുള്ള അളവിൽ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ടിത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് അളവിലാണ് കേട്ടോ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് പൈനാപ്പിളിന് 2 കപ്പ് തേങ്ങ എന്നുള്ള രീതിയിലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. തേങ്ങ കുറച്ചുകൂടി കൂടുതൽ ചേർക്കുമ്പം ടേസ്റ്റും അതുപോലെ കൂടുതലായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇത്രയും ചേർക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ 1 കപ്പ് ചേർത്താൽ മതി. സെയിം അളവിൽ ചേർത്ത് കൊടുത്താലും മതിയാവും. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് വിളയിച്ചിട്ടെടുക്കാം. ആ ഒരു തേങ്ങയും പൈനാപ്പിളും പഞ്ചസാരയും എല്ലാം കൂടി കിടന്നിട്ടൊന്ന് വിളഞ്ഞ് കിട്ടണം. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇങ്ങനൊന്ന് ചെയ്തിട്ടെടുക്കാൻ. അപ്പോൾ തേങ്ങയും പഞ്ചസാരയും പൈനാപ്പിളും എല്ലാതും ഒന്ന് വിളഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് ചെറിയ രീതിക്കൊന്ന് കാരമലൈസ് ആയി തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് കളറൊന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇതിനി കുറച്ചുകൂടി ഒന്ന് കുക്ക് ചെയ്ത് കിട്ടാനായിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടി നല്ലൊരു കളറായിട്ട് വരും. അതുവരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് റെഡി ആകുമെന്ന് അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ കുറച്ച് നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് തടവിയതിന് ശേഷം ഇതിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ച് നോക്കാം. നമുക്കതൊരു ഉരുളയാക്കി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ആണ് കേട്ടോ. ഈ ഒരു സമയം വരെയാണ് നമ്മൾ കുക്ക് ചെയ്യേണ്ടുള്ളത്. അപ്പോൾ ഇത് ഞാനിവിടെ ഉരുളയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതൊന്ന് എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഈ ഒരു കടായിൽ വെക്കരുത്. അതിനുശേഷം ഇതിൻ്റെ ചൂടൊന്ന് മാറിക്കിട്ടണം കേട്ടോ. നന്നായിട്ട് ചൂട് മാറേണ്ട ആവശ്യമില്ല. നമ്മുടെ കൈ വെച്ചിട്ട് പിടിക്കാൻ പാകത്തിനാവുമ്പം നമുക്കിതങ്ങ് ഉരുളയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. മുന്തിരിങ്ങ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, പിന്നീടാണ് ചേർക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ടൊന്നുകൂടി ഒന്ന് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി നമുക്കിതങ്ങ് ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. നന്നായിട്ട് ടൈറ്റായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം പിടിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഞാനത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഇതിൽ നിന്ന് ഒരു മുന്തിരിങ്ങ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഞാനൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ പൈനാപ്പിൾ ലഡു എല്ലാതും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരളവിൽ എനിക്കൊരു 12 ലഡുവാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം പൈനാപ്പിളൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു രീതിക്കൊന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കൂ. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. ചെറിയൊരു പുളിപ്പും മധുരവും ഒക്കെയുള്ള നല്ലൊരു ലഡുവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. പൈനാപ്പിൾ റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. എല്ലാവരും കയറി ഒന്ന് കണ്ടും കൂടി നോക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ ആദ്യം ഞാനൊന്ന് മുറിച്ചിട്ടും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.